മുള്ളിനെടുക്കാൻ മുള്ളു തന്നെ വേണം സാർ. സാറിനെ അനാവശ്യമായ സ്കാൻഡിലേക്ക് വലിച്ചഴിച്ചതല്ലേ. മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുമായി സാറിന് ഇത്ര ചീപ്പായി ഹസ്ബൻഡോട് ബിഹേവ് ചെയ്യുന്നൊരു വൈഫിന്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കോൺസ്പിറസിക്ക് അതേ റൂട്ടിൽ തന്നെ അതിനെ ട്രാക്ക് ഔട്ട് ചെയ്യണം. മാത്രമല്ല നമുക്ക് വേണ്ട ഡൈവേഴ്സ് ആണല്ലോ, എക്സ്ട്രാ മെറിറ്റൽ അഫയേഴ്സ്, അതുതന്നെയാണ് നല്ല ആരോപണം. എന്നതാടാ മോനെ ആലോചിക്കുന്നത്? നിന്റെ മനസ്സിൽ ഇപ്പോഴും മിന്നു കിട്ടിയ പെണ്ണെന്ന വേദനയുണ്ടല്ലേ? രാജാ, നീ ഇപ്പോഴും മനസ്സില്ലാ മനസ്സോടെ അപ്പം പറയുന്നത് കൊണ്ട് മാത്രം നിൽക്കുന്നു എന്നാണെങ്കിൽ അപ്പന്റെ വാശിയും വൈരാഗ്യമൊക്കെ വിട്ടേക്ക്. നീ വേദനിച്ചിട്ടൊന്നും വേണ്ട. എന്താ വക്കീലെ, വല്ല മാർഗവും ഉണ്ടോ? നോട്ടീസ് അയച്ചു, ഇനി വേണമെങ്കിൽ വിഡ്രോ ചെയ്യാൻ. നോ. ഡോളിയുടെ മുഖം ഓർക്കുമ്പോഴുള്ള നിസ്സംഗത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഡിവോഴ്സ് പെറ്റീഷൻ കൊണ്ട് മാത്രം ഉണ്ടായ ഇഷ്യൂ അല്ലപ്പ. ഞാൻ പറഞ്ഞില്ലേ, വയനാട്ടിലെ ഭൂമി കയറ്റക്കാർക്കെതിരെയുള്ള നടപടിക്ക് CM-ന്റെ ദൂതനായി ഞാൻ കാണുമെന്ന് ഉറപ്പായതിന്റെ പ്രശ്നങ്ങളാണ്. അതൊക്കെ ആ വഴിക്ക് പൊക്കോളും. നമ്മുടെ ടാർഗറ്റ് വത്സമ്മ മലയക്കുന്നിൽ തന്നെയാണ്. ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുന്നൊരു പെണ്ണിനെ വീട്ടിൽ അടക്കി നിർത്താൻ കഴിയില്ല. പക്ഷേ സൊസൈറ്റിക്കുള്ളിൽ ശത്രുവായി നിന്ന് പോരാടുമ്പോൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക്. അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. മാങ്ങാത്തലയൻ കൊച്ചവസേപ്പെന്ന് ഒരു വിളി മാത്രം മതി. കാൽച്ചുവട്ടിലുള്ള ആ ഇരിപ്പ് നോർത്താ മാത്രം മതി. അത് മാത്രം മതിയപ്പാ. മകനെ മനസ്സിലാക്കുന്ന അപ്പന് വേണ്ടി ആ അപ്പനെ മനസ്സിലാക്കുന്ന മകനായില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമാപ്പാ? മിസ്റ്റർ ഫിലിപ്പ് തമ്പി, കേസ് പ്രൊസീഡ് ചെയ്യണം. താങ്കൾ പറഞ്ഞതുപോലെ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ട്രാവൽ ഏത് റൂട്ടിലൂടെയാവാം, ഏതൊക്കെ അഗളി റെഡിക്കുലസ് റൂട്ടിലൂടെയും. കലക്കി മോനെ, കലക്കി. നീ ഒന്ന് ഉഷാറായല്ലോ. കർത്താവേ, ഇവന്റെ മനസ്സിൽ ഇത്തിരി കുരുത്തക്കേട് കൊണ്ട് നിറച്ചതിന് ക്ഷമയോടെയെങ്കിലും ഒന്നാർത്തു വിളിക്കുന്നു ഞാൻ. എന്റെ നാടാ ഇനി പറ. അപ്പ ഗവൺമെന്റ് സർവന്റ് ആയാലും പൊളിറ്റീഷ്യനായാലും പൊതുജനമാണ് അവരുടെ യഥാർത്ഥ ബോസ്. ആ ജനം എല്ലാം അറിയട്ടെ. മീഡിയ ആണല്ലോ അൾട്ടിമേറ്റ് പവർ. വക്കീലെ, ഒരു പ്രസ് മീറ്റ് വിളിക്കണം. ഞാൻ പുറകിൽ നിൽക്കുകയുള്ളൂ. എൻ്റെ അപ്പം പറയും 37 വർഷത്തെ അവഹേളനത്തിന്, ഒരു ദിവസം പോലും മനസമാധാനം കിട്ടാത്ത ദാമ്പത്യ ബന്ധത്തിൽപ്പെട്ട മകനെ ഓർത്തു വേദനിക്കുന്ന അപ്പനെക്കുറിച്ച്. പിന്നെ വിലയ്ക്ക് വാങ്ങിയ IAS ചൊൽപ്പടിക്ക് നിന്ന് അന്യായങ്ങൾ കാണിക്കില്ല എന്ന് ഉറപ്പായപ്പോ ഓലപ്പന്ത് പോലെ തട്ടിക്കളയ്ക്കാൻ തുടങ്ങിയ മലയക്കുന്നുകാരുടെ ധാർഷ്ട്യത്തെക്കുറിച്ച്. പിന്നെ സ്ഥലം കയ്യേറി മാളികൾ പണിത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന പാറമേൽ വക്കച്ചന്റെയും മലയക്കുന്നിൽ സഖായുടെ അവിഹിത കൂട്ടുകെട്ടിനെ കുറിച്ച്. എന്റെ അപ്പൻ കൊച്ചൗസേപ്പ് വിളിച്ചു പറയണം നാളത്തെ കേരള ജനതയോട്, നമ്മുടെ റിവഞ്ച് അവിടെ തുടങ്ങാനപ്പ. വരും. ആ ഫയലെടുക്ക. 1 2 3 4. സാർ ചായ അവിടെ വെച്ചേക്ക്. ഒരാൾ TV-യിൽ സാറിന്റെ പെങ്ങൾ MLA-യും അപ്പനെയും വധിക്കുകയാണല്ലോ. ആര്? കർഷക ശ്രീയൊക്കെ വാങ്ങിയ ആളാ, കൊച്ചൗസേപ്പ് എന്ന പേര്. ഇതാണോ പൊതുപ്രവർത്തക? ഞാൻ കുറെ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ. പഞ്ചായത്തിന്റെ പേര് പറഞ്ഞോ കള്ളപ്പനം ഒഴുക്കിയോ ഒരു പദവി നേടുക, എന്നിട്ട് ആ പദവി സ്വന്തം കീശ നിറയ്ക്കാനും സ്വന്തക്കാരെ രക്ഷിക്കാനും വേണ്ടി വിനിയോഗിക്കുക.
ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം? രാവിലെ അങ്ങോട്ട് ഇറങ്ങുക, എങ്ങോട്ട് പോകുന്നു എന്ന് ഭർത്താവിന് പോലും ചോദിക്കാൻ അധികാരമില്ല. ചോദിച്ചാലോ അപ്പൻ വരും ചെങ്കോലും കൊണ്ട്. സമൂഹത്തിൽ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ പൊതുജനങ്ങൾ ഭയക്കണമല്ലോ. ആ ഒറ്റ കാരണം കൊണ്ട് മാത്രം സഹിക്കുകയായിരുന്നു, ക്ഷമിക്കുകയായിരുന്നു എൻ്റെ മകൻ. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്വന്തം ഭാര്യ ഭർത്താവിനെ കുരുക്കാൻ തുരിഞ്ഞിറങ്ങുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഈ വിവാഹം നടന്നത്? അതൊക്കെ പൊതുജനങ്ങളുടെ മുമ്പിൽ ഞാൻ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അതല്ല പ്രശ്നം. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തത് ഈ IAS കാരനെ കുരുക്കാൻ വേണ്ടി മാത്രമാണ്. കഴിഞ്ഞ ദിവസം വന്ന റെയ്ഡ്, ഇതിനു മുമ്പുണ്ടായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരു കൊച്ചു പെണ്ണിന്റെ ജീവിതം പോലും തൊലച്ചുകൊണ്ട് പ്രതികാരത്തിനിറങ്ങി. ഇന്ന് ആ പെൺകുട്ടി എവിടെയാണെന്ന് നിങ്ങൾ അറിയണം. ഈ പറയുന്ന കക്ഷിയുടെ സഹോദരന്റെ ഭാര്യയാണ് ഇന്ന് ആ പെൺകുട്ടി. തെളിവുകളുണ്ട്. പാറമേൽ വക്കത്തിന്റെയും സക്കായിയുടെയും അവിഹിത ബന്ധത്തെ പുറത്തു കൊണ്ടുവരാൻ ഭൂമി കയ്യേറി കെട്ടിടങ്ങളും ഫാക്ടറികളും പണിതിന്റെ രേഖകൾ, തെളിവുകൾ. കുടുംബം തകർക്കാനാണെങ്കിൽ ഇതിൽ കൂടുതൽ എന്തോ അറിയണ എന്നെ വിടോ. കളക്ടറെ കളിയൊന്നും വേണ്ട. കളക്ടറെ ദേവിച്ചിനെ അറിയില്ല എനിക്ക്. വിളിക്കോ. MLA കളക്ടർ വിവാദം പുതിയ വഴിത്തിരിവിലേക്ക്. കേര വികസന ബോർഡ് ചെയർമാൻ രാജൻ ജോർജ് IAS വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലേക്ക് കളക്ടറുടെ ഭാര്യ സഹോദരൻ അതിക്രമിച്ചു കയറി പത്രസമ്മേളനം അലങ്കോലപ്പെടുത്തി കളക്ടറെ കയ്യേറ്റം ചെയ്തു. കളക്ടറുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു പത്രസമ്മേളനം നടന്നത്. കളക്ടർക്ക് നേരെ ഉണ്ടായ ഈ കയ്യേറ്റ ശ്രമം കുറെ നേരത്തേക്ക് എല്ലാവരെയും പരിഭ്രാന്തിയിലാഴ്ത്തി. എന്താ ശ്രീല? അനുചേച്ചി ഒന്നിങ്ങി വന്നേ. എന്താ? വാ. കുടുംബ വഴക്ക് തെരുവിലേക്ക്. MLA വത്സമ്മ മലയക്കുന്നിന്റെ സഹോദരൻ ഡേവിഡ് സക്കായിയാണ് പത്രസമ്മേളനം അലങ്കോലപ്പെടുത്തി കളക്ടറെ കയ്യേറ്റം ചെയ്തത്. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് തന്നെ ഭാര്യ സഹോദരൻ കയ്യേറ്റം ചെയ്തതെന്ന് കളക്ടർ രാജൻ ജോർജ്. എന്താ ഇച്ചേനും രാജേട്ടനും തമ്മിലുള്ള ഇഷ്യൂ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
സാറുമായിട്ട്? പ്രശ്നം എന്താന്ന് എന്നോടെങ്കിലും ഒന്ന് പറ. ഇറങ്ങി പോടി ഇവിടുന്ന്. മലയക്കുന്നുകാരെ കുളം തോണ്ടാൻ ഒരുമിച്ച് കൂട്ടം കൂടി ഇറങ്ങിയിരിക്കുക. രാജൻ ജോർജും പിന്നെ കുറെ തെരുവ് നായ്ക്കളും. ഒന്നോളെ ഞാൻ ഇച്ചായൻ തെരുവുനായെന്ന് ഉദ്ദേശിച്ചത് ആരെയാ? എന്നെയാണോ? പറ പറ ഇച്ചായ, എന്നെയാണോന്ന്? ആണെങ്കി നിന്നെ നിന്റെ തന്തയൊക്കെ ആണെങ്കി നീ എന്നായി എന്നെ മതി മതി ഇച്ചായ. പരദൂഷണം കേട്ടാൽ ഏത് ദൈവവും ഭ്രാന്തനായി പോകുന്നു മനസ്സിലായി. ഇനി ഇച്ചായൻ കൂടുതൽ സംസാരിക്കേണ്ട. അവിടെ നിൽക്ക്. വക്കച്ച, ഒന്നല്ല 17,000 പത്തികളായിരുന്നു അവനെന്ന് മനസ്സിലായില്ലേ? ഇവിടുന്ന് ഇത്രയധികം രേഖകൾ വന്നേ? അത് ചർച്ച ചെയ്യേണ്ട സക്കായി. ഇനി ഒരുപാടുണ്ട് രേഖകളെന്ന് അവൻ പറയുമ്പോ സൂക്ഷിക്കണം. ഒരു തടിമില്ലും വെച്ച് മരമുരുട്ടി തോന്നിയാസം നടക്കുന്ന സക്കായിയെ മാത്രമേ ജനം കണ്ടിട്ടുള്ളൂ. വക്കച്ചന്റെയും സക്കായുടെയും സാമ്രാജ്യത്തിന്റെ കടലിലേക്ക് അവൻ ഇറങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം. വക്കച്ച, വച്ചു പൊറപ്പിക്കരുത്. ഇനി അതേ ഉള്ളൊരു മാർഗം. എന്നതാ അപ്പനും സാറും തമ്മില്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ തമ്മിൽ ഇത്ര വലിയ ബിസിനസ് ഒക്കെ. അതൊക്കെ പലതും ഉണ്ടാകും. അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അതിലും കൂടുതൽ ഇതുകൊണ്ട് പുറത്തുവിടുന്നല്ലേ അവന്റെ ഭീഷണി. അതിന് എന്നതാ ഒരു പോംവഴി? സംഭവിക്കോ പോകാൻ? അപ്പ ഞങ്ങളാരും മനസ്സിലാക്കിയ ആളല്ല, അതറിയാം. പക്ഷെ കൊച്ചോസിപ്പിന്റെ മകൻ ഇനി ജീവനോടെ ഉണ്ടാവരുത്. ഉടനെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ സംശയിക്കില്ലേ സാർ? പീതാംബര, കളക്ടറേയും തഹസിൽദാരെ അടക്കം തന്റെ നിയോജക മണ്ഡലത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കി ഇവറ്റയുടെയൊക്കെ പങ്കെടുപ്പിക്കുന്ന ഒരു പൊതുയോഗം സംഘടിപ്പിക്കേ. പിന്നെ വേണ്ടതെന്താണെന്ന് ഞാൻ തീരുമാനിച്ചോളാം. മീറ്റിംഗ് നാളെയാണെങ്കിൽ നാളെ പകച്ചോ. അപ്പൊ നാളത്തോടെ ആ ശല്യം അങ്ങ് തീരുമല്ലോ. ഇനി കൊച്ചൗസേപ്പിന്റെ ചെറുക്കൻ രാജൻ ജോർജ് IAS അല്ല, INRI ഇല്ലയോ? എടോ അധികം ആ ഫോൺ എടുക്ക്. വത്തിക്കാനെ ആ ഫോൺ എടുക്കടോ.
ഹലോ. ആ അതെ. എപ്പോ? എവിടെ വച്ച്? എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നാടോ? വക്കച്ചന്റെ വണ്ടി ആക്സിഡന്റായി, ഗുരുതരമായ പരിക്ക. എന്നാ പറ്റിയെന്നാ? എന്നാ? ഹലോ. ആ മത്സമ്മേ, ആ ഞാൻ വരിക. നീ വക്കശന്റെ കൂടെ തന്നെ ഉണ്ടാവണം. പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അതുപോലെ നടക്കട്ടെ. അതിനിപ്പോ വക്കച്ചൻ വേണമെന്നില്ലല്ലോ, ഞാനില്ലോ. ആ ഞാൻ ഇറങ്ങ. ഇതെന്നാ പറ്റിയതാ? നോക്കിയിരിക്കാതെ എല്ലാരും കൂടെ ഒന്ന് പിടിച്ചേ. ആ എഴുന്നേറ്റ് പതി, സൂക്ഷിച്ച് എഴുന്നേറ്റ്. എന്നാലും വല്ലാത്തൊരു വീഴ്ചയായി പോയി. പടി ഇറങ്ങുമ്പോ നോക്കി ഇറങ്ങാഞ്ഞിട്ടില്ലേ? നടുവടിച്ചല്ലേ വീണത്, നല്ല വേദന കാണും. കണ്ടകശനി നിറഞ്ഞു വിളയാടുന്ന സമയമായത്. ഒന്നിനും ഒരുങ്ങണ്ട ഇപ്പോ. ഞാൻ പറഞ്ഞില്ലേ, ആ പെണ്ണ് ജീവിച്ചിരിപ്പുണ്ട്. അവളുടെ ശക്തി നിങ്ങളെ വേട്ടയാടുന്നുമുണ്ട്. ഒന്നിനും ഒരുങ്ങണ്ട ഇപ്പോ. എന്റെ ഹിരണ്യന്റെ വ്രതം ഇത്രയും ദിവസം എത്തിയില്ലേ? കുറച്ച് ദിവസം കൂടി കാത്തു നിൽക്കുക. വ്രതം കഴിഞ്ഞ് അവൻ നിങ്ങളുടെ വീട്ടിലെത്തട്ടെ. അതിനു മുമ്പ് എന്ത് ചെയ്താലും അത് തിരിച്ചടിയായിട്ട് വരും. എന്നതായാലും ആ നമ്പൂരിച്ചന്റെ കുഞ്ഞിന്റെ ജന്മം എൻ്റെ മകളുടെ വയറ്റ് കിടക്കുക. 5-6 മാസമായി. അത് ജനിച്ചാൽ മൊത്തത്തിൽ പ്രശ്നമായിരിക്കും എന്നല്ലേ പറയുന്നേ? ആ റഷ്യക്കാരി കൊച്ചിന്റെ പ്രവചനം അങ്ങനെ ആയിരുന്നല്ലോ. മലക്കുന്നിൽ തറവാടിന്റെ അടിത്തറ ഇളകി വന്നു, ഇല്ലയോ? അത് ശരിയാ. പക്ഷേ അത് ജന്മമെടുക്കില്ല. ഗർഭാവസ്ഥയിൽ തന്നെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ എന്റെ ഹിരണ്യന്റെ ഒരു നോട്ടം മതി. ഇനി ഒരു 50 നാൾ കൂടി. അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. പിന്നെ ആ IAS കാര്യം ഇപ്പോ ഒന്നിനും തുനിയണ്ട, കാത്തിരിക്കുക. ഇച്ചായൻ എന്തിനാ എന്നോട് ഇത്ര വിദ്വേഷമെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? നീയോ? നീ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരണോ? നീ വലിയ മിടിക്കല്ലേ, ഇഷ്ടം പോലെ ചെയ്തോ. എന്നോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇച്ചായ, എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? പറഞ്ഞിട്ട് പോണം, ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോ ഞാൻ കാണില്ല ഇവിടെ. ആഹാ, വെരി ഗുഡ്. നീ എവിടേക്ക് പോവും? പറ, എവിടേക്കാ നീ പോവാ? ഓ, രാജൻ സാറ് പുതിയ ഷെൽട്ടർ എടുത്ത് തരുമായിരിക്കും അല്ലേ?